നമുക്ക് വളരെ താഴ്ചയിൽ പോയിരിക്കുന്ന കാച്ചിലാണ്. ഇതെങ്ങനെയാണ് വെട്ടിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ല, അന്തമിട്ട താഴ്ചയിലേക്കാണ് കാച്ചിൽ താന്നു പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിത് ഇവനെ വെട്ടിയെടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് വെട്ടിയെടുത്ത് നോക്കാം. ഒരുപാട് തളർന്നു പോയി. ഇത് കാച്ചിൽ വെട്ടുന്നത് ഭയങ്കര ജോലിയാണ്. അതെവിടെ കയറി പോണു? അതങ്ങ് മാറ്റി. സാധാ മണ്ണിൽ നട്ട കാച്ചിലാണിത്. സംഭവം യമണ്ടൻ കാച്ചിലാണ് കേട്ടോ. അടിപൊളി കാച്ചിലാണ്. ആ വേരങ്ങ് വെട്ടിക്കള. എടുത്തോട്ടൊന്ന് നമ്മൾ താത്തടിച്ചോണ്ടിരിക്കുകയാണ് ഇത്. എന്നിട്ടും തീർന്നിട്ടില്ല, ഇനിയും താന്നു നിൽക്കുകയാണ്. കണ്ടോ, ഇതുപോലുള്ള കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തി ഇളക്കി വേണം എടുക്കാൻ. വലിച്ചൊടിക്കരുത്. ഒടിച്ചു കഴിഞ്ഞാൽ കാച്ചിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്താ കാച്ചിൽ കൊള്ളുന്നു. താന്ന് പോയിരിക്കുകയാണ്. ഇനിയും ഉണ്ട്. ഇല്ല, താന്ന് പോയിരിക്കുന്നു. അടുത്തോട്ട് പോയി. ഇതാണ് നമ്മളെ കാച്ചിൽ. കണ്ടോ, ഇതാണ് നമ്മളെ കാച്ചിൽ. ഇത് കഴിഞ്ഞ് നമ്മൾ നട്ടിരുന്നതാണ്. കണ്ടോ, അതിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. വിറ്റാത്തിയുടെ ഇനി നമ്മൾ ഈ കൊന്ത ഭാഗം കട്ട് ചെയ്ത് ഇത് നമുക്കിത് കഴുകിയിട്ട് കാണാം. അടുത്തായി നമ്മൾ മറ്റൊരു കാച്ചിലും കൂടെ വെട്ടുകയാണ്. ഇത് കണ്ടോ, കാച്ചിലിൻ്റെ മൂടാണ്. നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നും ആയില്ല കേട്ടോ.
കണ്ടോ നമ്മളെ കാച്ചിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്, കുഴി എടുത്തെടുത്തിരിക്കുകയാണ്. കണ്ട ഇതും വലിയ കാച്ചിലാണ്. കണ്ടോ. ഇനി അടുത്ത ഒരു കാച്ചിലും കൂടെ നമുക്ക് വെട്ടാം. നമ്മളെ മൂന്നാമത്തെ കാച്ചിലാണ് ഈ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതും കിടിലം കാച്ചിലാണ്. ഇത് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നതാണ്, അല്ലാതെ ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നതല്ല. എപ്പോഴും കാച്ചിൽ കൃഷിക്ക് ഏറ്റവും നല്ലത് മണ്ണ് തന്നെയാണ്. നമ്മളെ മണ്ണിൽ തന്നെ കുഴിയെടുത്ത് നല്ല 2 അടി നീളം, 2 അടി താഴ്ച, 2 അടി വീതി, ഈ വിധത്തിൽ നമ്മൾ ഒരു കുഴി തയ്യാറാക്കിയ ശേഷം അതിൽ കരിയിലിട്ട് മൂടി ഒരു കുറച്ച് ദിവസം ഇട്ടതിന് ശേഷം, അതായത് ഒരു 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടവും അതുപോലെ തന്നെ കോഴിവളവും ഒക്കെ ചേർത്ത് കുഴി മൂടിയ ശേഷം അതിലേക്ക് നമ്മളൊരു തൈ വെച്ച് കൊടുക്കണം. മഴ പെയ്യുന്ന സമയത്ത് അത് പൊടിച്ചു വരും. ഇത് അത്ര വലിയ കാച്ചിലല്ല, എന്നാലും ചെറിയ കാച്ചിലാണ്, കുഴപ്പമില്ല, തരക്കേടില്ലാത്ത കാച്ചിൽ. ഏതാണ്ട് ഒരു 1.5 കിലോ 2 കിലോയ്ക്ക് അടുപ്പിച്ച് കിട്ടുന്ന കാച്ചിലാണ്. ഇത് കണ്ടോ, നമ്മുടെ 2023 അവസാന വർഷത്തെ കാച്ചിലാണിത്. ഇത് ഇനി നമുക്ക് കാച്ചിൽ വെട്ടാനില്ല, ഫുള്ള് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇതാ ഇത്രയും കാച്ചിലുണ്ട്, കണ്ടോ. ഇത് തന്നെ ഏതാണ്ട് ഒരു 20 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വരും, 20-25 കിലോളം വരും. അത്താമൻ കാച്ചിലാണ്, കണ്ടോ. കണ്ടോ, ഇതെല്ലാം വലിയ കാച്ചിലുകളാണ്. ഇത് മാത്രം ഒരു 10 കിലോളം വരും. നോക്കി. അപ്പോൾ ഇതുപോലെ നമുക്ക് വിളവെടുക്കണമെങ്കിൽ നമ്മൾ പുരയിടങ്ങളിൽ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് വിഷാംശമില്ലാത്ത നാച്ചുറലായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള കാകറികൾ നമുക്ക് വിളവെടുത്ത് നമ്മളെ ഭക്ഷണയോഗ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും അങ്ങുന്നും ഇങ്ങുന്നൊക്കെ വരുന്ന അന്യ സംസ്ഥാന പച്ചക്കറിയൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. അതുപോലെ തന്നെ നല്ല ഒരു ഫുഡ് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഓരോ ഷെയറുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം. ഇനിയും ഒരു കാർഷിക വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.